നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രിഗറിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. SQL-നകത്ത് നമ്മൾ ഒരു സ്പെസിഫിക് ഇവന്റിനോട് കൂടി മറ്റൊരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡാണ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് അങ്ങനെയുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് അങ്ങനെയുള്ള ഇവന്റ്സിനോട് കൂടെ ട്രിഗർ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് അറ്റ് എ ടൈമിൽ നടക്കുകയുള്ളൂ, അതോടുകൂടി ആ ട്രിഗർ വർക്ക് ആകത്തുള്ളൂ. അപ്പം ഇൻസേർട്ട് നടക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് നടക്കുകയാണെങ്കിൽ മറ്റൊരു ആക്ഷൻ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് നടക്കുകയാണെങ്കിൽ വേറെ ആക്ഷൻ പെർഫോം ചെയ്യുക. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഇവന്റ്സിന്റെ കൂടെ മൾട്ടിപ്പിൾ ആക്ഷൻസും കൂടെ പെർഫോം ചെയ്യണമെങ്കിലോ അതിനു വേണ്ടിയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇവന്റ് ട്രിഗർ ഇന്ററാക്ഷൻ യൂസ് ചെയ്യുന്നത്. A multiple event trigger is a trigger that can handle insert, update and delete triggering events within a single SQL trigger program. The ability to handle more than one event in a single program simplifies management of triggers. അപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു സ്പെസിഫിക് ഇവന്റിന്റെ കൂട്ടത്തിൽ ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രിഗർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ഇവന്റ് ട്രിഗർ എന്ന് പറഞ്ഞാല് ഇൻസേർട്ട് നടക്കുമ്പം ഒരു ആക്ഷൻ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് നടക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് നടക്കുമ്പോൾ വേറൊരു ആക്ഷൻ പെർഫോം ചെയ്യുക. അപ്പൊ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇവന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ട്രിഗർ വെച്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യാതെ ഒരൊറ്റ ട്രിഗറിന്റെ പ്രോഗ്രാം കൊണ്ട് നമുക്ക് ഈ മൾട്ടിപ്പിൾ ഇവന്റ്സ് നടക്കുമ്പോൾ മൾട്ടിപ്പിൾ ആക്ഷൻസും കൂടെ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള കോഡ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ഇവന്റ് ട്രിഗർ എന്ന്. In the body of the trigger, the new inserting, updating and deleting predicates can be used to distinguish between the events that cause the trigger to fire. The predicates can be specified in control statements like if or within any SQL statement that accepts a predicate like select or update. നമ്മൾ ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഇൻസേർട്ടിങ്, അപ്ഡേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് എന്ന് പറയുന്ന 3 പ്രെഡിക്കേറ്റ്സ് അല്ലെങ്കിൽ 3 കമാൻഡ്സും കൂടെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അതായത് ഏത് ഇവന്റ് നടക്കുമ്പോൾ ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടിയാണ് അഡീഷണൽ ആയിട്ട് ഈ 3 കാര്യങ്ങളും കൂടെ ആ പഴയ സിൻടാക്സിന്റെ കൂട്ടത്തിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ കീവേഡ്സ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്സ് കൊടുക്കുന്നത് സാധാരണയായിട്ട് ഈഫിന്റെ കൂടെയാണ്. അതല്ലെങ്കിൽ ഈ പ്രെഡിക്കേറ്റുകളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റേത് SQL സ്റ്റേറ്റ്മെന്റ് കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഇൻസേർട്ടിങ്, അപ്ഡേറ്റിംഗ്, ഡിലീറ്റിംഗ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്സ് അല്ലെങ്കിൽ കമാൻഡ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു ട്രിഗറിന് എക്സാമ്പിൾ ആണ്, മൾട്ടിപ്പിൾ ട്രിഗറിന് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നോക്കാം. ഇൻക്രിമെന്റ്സ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈച്ച് ടൈം എ ന്യൂ പേഴ്സൺ ഈസ് ഹയർഡ്. ഡിക്രിമെന്റ്സ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഈച്ച് ടൈം an employee leaves the company. Raises an error when a salary increase is greater than 10%. മൾട്ടിപ്പിൾ ഇവന്റ് നടക്കുമ്പോൾ മൾട്ടിപ്പിൾ ആക്ഷൻ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്താണ്, പുതിയതായിട്ട് ഒരു എംപ്ലോയിയെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള എംപ്ലോയിയുടെ നമ്പറിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്യണം എംപ്ലോയിയുടെ നമ്പർ. അപ്പൊ അതെന്ന് പറഞ്ഞ ഏത് ഓപ്പറേഷൻ ആണ്, ഇൻസേർഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എംപ്ലോയിയുടെ നമ്പർ കൂടുക എന്നുള്ളതാണ് അവിടുത്തെ ട്രിഗർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനോ, എംപ്ലോയി നമ്മുടെ കമ്പനി വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, എംപ്ലോയിയുടെ നമ്പറിന്റെ എണ്ണത്തിനകത്ത് എന്ത് വരണം, കുറവ് വരണം. അപ്പൊ അതായത് ഡിലീഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ഇവന്റ് നടക്കുമ്പോൾ എംപ്ലോയിയുടെ എണ്ണത്തിൽ അവിടെ കുറവ് വരണം. ഇനി മൂന്നാമത്തെ എന്താണ്, അതായത് അപ്ഡേറ്റ് ഓപ്പറേഷൻ. സാലറി 10% കൂടുതൽ ഇൻക്രിമെന്റ് ആയാൽ അവിടെ ഒരു എറർ കണ്ടീഷൻ അല്ലെങ്കിൽ എറർ മെസ്സേജ് വരാനാണ് അപ്ഡേഷൻ ഉണ്ടാകുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കാൻ വേണ്ടി നമുക്ക് 3 ട്രിഗറുകളുടെ ആവശ്യമില്ല, ഒരൊറ്റ ട്രിഗർ പ്രോഗ്രാമിനകത്ത് തന്നെ കൊടുക്കാം. അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ട്രിഗർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നോക്കുക, എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, സിൻടാക്സ് അല്ല. ക്രിയേറ്റ് ട്രിഗർ ഹൈഡ് ആഫ്റ്റർ ഇൻസേർട്ട് ഓർ ഡിലീറ്റ് ഓർ അപ്ഡേറ്റ് ഓഫ് സാലറി ഓൺ എംപ്ലോയി റെഫറൻസിങ് ന്യൂ ആസ് n, old as 0 for each row, begin if inserting, then update company stats, set nbr emb equal to nbr emb plus 1, end if deleting
Then update company start set NBR-EMB equal to NBR-EMB minus 1 end is updating and n dot salary greater than 1.1 into O dot salary. Then signal SQL state 75,000. Set message text equal to salary increase greater than 10%. End is നമ്മുടെ ബ്ലോക്കും എൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രിഗറിന്റെ പേരാണ് ഹൈഡ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ട്രിഗർ പെർഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇൻസേർട്ടോ ഡിലീറ്റോ അപ്ഡേറ്റോ വർക്ക് ആയതിനു ശേഷമാണ് ട്രിഗർ പെർഫോം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓഫ് സാലറി ഓൺ എംപ്ലോയി. ഓഫ് കൂട്ടി കൊടുത്തിരിക്കുന്നത് എന്താണ്? കോളം ആട്രിബ്യൂട്ട് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ ഓൺ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ ടേബിൾ നെയിം ആണ് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ സാലറി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളത്തിനാണ് ട്രിഗർ സംഭവിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി റെഫറൻസിങ് ന്യൂ ആസ് എൻ ഓൾഡ് ആസ് ഓ ഫോർ ഈച്ച് റോ ബിഗിൻ. അപ്പൊ നമ്മളിവിടെ പുതിയ വാല്യൂസിനെയും പഴയ വാല്യൂനെ റെഫർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ വാല്യൂനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചാണ് നോക്കുന്നത്. പഴയ വാല്യൂനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ എൻ ഡോട്ട് കൂട്ടി നമ്മൾ ഏത് ആട്രിബ്യൂട്ടിനെ കൊടുത്താലും ആ ടേബിളിനകത്തെ പുതിയ വാല്യൂവിനെയാണ് അത് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓ കൂട്ടി നമ്മൾ ആ ടേബിളിനകത്ത് ഏത് ആട്രിബ്യൂട്ടിനെ കൊടുത്താലും ആ ടേബിളിനകത്തെ പഴയ വാല്യൂവിനെയാണ് അത് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. പിന്നെ ഫോർ ഈച്ച് റോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ റോ വൈസിലാണ് ട്രിഗറിനെ പെർഫോം ചെയ്യുന്നത്. ഓരോ റോയിലും ട്രിഗർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എക്സിക്യൂഷൻ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ബിഗിനോട് കൂടിയിട്ട്. അവിടെയാണ് നമ്മൾ ഈഫിനോട് കൂടി മൾട്ടിപ്പിൾ ട്രിഗർ വരേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇൻസേർട്ടിങ് ഡിലീറ്റിങ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് ഉള്ള കാര്യങ്ങൾ 3 പ്രെഡിക്കേറ്റുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻസേർട്ടിങ് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഈഫ് ഇൻസേർട്ടിങ് ഈഫിനകത്തെ കണ്ടീഷൻ ആണ് ഇൻസേർട്ടിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻസേർട്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേറ്റ് കമ്പനി സ്റ്റാർ സെറ്റ് NBR-EMB ഈക്വൽ ടു NBR-EMB പ്ലസ് 1 എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ NBR-EMB അതായത് എംപ്ലോയീസിന്റെ നമ്പർ എന്ന് പറയുന്ന ഫീൽഡിന്റെ വാല്യൂ ഒന്ന് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഡിലീറ്റിംഗ്. ഈഫ് ഡിലീറ്റേഷൻ ഓപ്പറേഷൻ ആണ് നടക്കുന്നതെങ്കിലോ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ എംപ്ലോയീസിന്റെ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്ഡേഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അപ്ഡേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതായത് അപ്ഡേഷൻ നടക്കുമ്പോൾ സാലറി 10% കൂടുതലാണെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ സിഗ്നൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SQL-നകത്ത് എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിഗ്നൽ SQL സ്റ്റേറ്റോട് കൂടി ഒരു വാല്യൂയും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെസ്സേജും അതോടുകൂടി എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നൽ എന്ന് പറയുന്ന ഒരു കമാൻഡും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് ആണ് നടക്കുന്നതെങ്കിൽ 10% കൂടുതലാണ് സാലറി ഇൻക്രിമെന്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മെസ്സേജ് കാണിക്കാനും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മൾട്ടിപ്പിൾ ട്രിഗർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇൻസേർഷനും ഡിലീഷനും അപ്ഡേഷനും നടക്കുമ്പോൾ തന്നെ 3 ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരൊറ്റ പ്രോഗ്രാമിനകത്ത് കൊടുത്തിരിക്കുന്നത്.